നമസ്കാരം. എനി ടൈം ന്യൂസിന്റെ വികസന വഴിയിലൂടെ വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയിലെ 10ാമത്തെ ഡിവിഷനിലാണ്. കൗൺസിലറായ PN വൈശാഖാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം ഇതുവരെ നടപ്പിലാക്കിയ എല്ലാ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇനി നടപ്പിലാക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ഡിവിഷൻ കൗൺസിലറായ PN വൈശാഖിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. എന്തൊക്കെയാണ് ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്ന് പറയാമോ? നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ 10 എന്ന് പറയുന്നത് ഓട്ടുപാറ ടൗൺ വെസ്റ്റ് എന്നാണ് ഈ ഡിവിഷൻ്റെ പേര്. ഈ ഡിവിഷനിൽ ഞാൻ കൗൺസിലറായി വന്നതിന് ശേഷം കോവിഡ് സമയത്താണ് കൗൺസിലറായി വരുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ ആളുകൾക്ക് മരുന്ന് എത്തിക്കുന്നതിനാണെങ്കിലും ഭക്ഷണം എത്തിക്കുന്നതിനാണെങ്കിലുമൊക്കെ നമ്മുടെ RRTയും അതുപോലെ മുഴുവൻ സംവിധാനവും പ്രവർത്തിച്ചിട്ടുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ 100% വാക്സിനേഷൻ നൽകിയ ആദ്യത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ഓട്ടുപാറ ടൗൺ വെസ്റ്റ് ഡിവിഷനാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ സഹകരണത്തോടെ ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ കൗൺസിലറായി ഈ ഡിവിഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനുശേഷം ഡിവിഷനിലെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉപരിതല ഗതാഗതവുമായി ബന്ധപ്പെട്ട് റോഡുകൾ, അതുപോലെ പുതിയ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇടുന്നത് സംബന്ധിച്ച്, പിന്നെ ഒരുപാട് പ്രൈവറ്റ് റോഡുകളുള്ള ഒരു ഡിവിഷനാണ് ഈ ഡിവിഷൻ. അതിൽ ഏകദേശം 4ഓളം റോഡുകൾ നമുക്ക് ഏറ്റെടുക്കേണ്ടത് ഉണ്ടായിരുന്നു. അതിൽ 3 റോഡ് നമ്മൾ ഏറ്റെടുത്ത് ഇപ്പോൾ അത് ടാർ ചെയ്തിട്ടുണ്ട് ഈ ഡിവിഷനിൽ. അതാണ് ആദ്യം പറയാനുള്ളത്. അതുപോലെ വികസന പ്രവർത്തനങ്ങൾ പറയുമ്പോൾ ഈ ചാലിപ്പാടം മേഖല തൊട്ട് പറയുകയാണെങ്കിൽ, ചാലിപ്പാടം മേഖലയിൽ ചാലിപ്പാടം കരുണാകരൻ റോഡ്, സഹകരണ ഭവൻ ചാലിപ്പാടം ലിങ്ക് ചെയ്യുന്ന റോഡ്, വടക്കാഞ്ചേരി ടൗണിന് പാരലലായി പോകുന്ന റോഡ് പൂർണ്ണമായിട്ടും നമുക്ക് ടൈൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ 2 വർഷത്തെ പ്രോജക്റ്റിന് ഫണ്ട് കണ്ടെത്തിയിട്ടാണ് നമുക്കത് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ ചാലിപ്പാടത്ത് വിവിധ ലിങ്ക് റോഡുകൾ നമ്മൾ ടാറിങ് ഒരു പിടിക്കുന്ന ഭൂമി ആയതുകൊണ്ട് ടാർ ചെയ്താൽ പോലും നിൽക്കാത്ത മേഖലകളൊക്കെ, വെള്ളക്കെട്ട് മേഖലയൊക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ റോഡുകളൊക്കെ നമുക്ക് ടൈൽ പാകി അതൊന്ന് ഭംഗിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ചാലിപ്പാടം കുഴിപ്പള്ളി റോഡ് റീടാർ ചെയ്തു, ചാലിപ്പാടം ലിങ്ക് റോഡ് ടൈൽ ചെയ്തു, അതുപോലെ ചാലിപ്പാടം ലിങ്ക് റോഡ് 2 എന്ന് പറയുന്ന റോഡ് അതും നമുക്ക് ടൈൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ചാലിപ്പാടം മേഖലയിലെ എല്ലാ റോഡുകളും പൂർണ്ണമായിട്ടും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി വരും വർഷങ്ങളിൽ ചെയ്യാൻ ബാക്കിയുള്ളത് ചാലിപ്പാടം മേഖലയിൽ പുഴങ്കര എന്ന് പറയുന്ന പുഴങ്കര റോഡും, അതുപോലെ സൗദാ നഗറിലെ റോഡ് കഴിഞ്ഞ കൗൺസിലർ അവസാന കാലഘട്ടത്തിൽ ചെയ്ത് വെച്ച റോഡായതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു നാശമായൊരു സ്ഥിതി ഇന്നില്ല. അതുകൊണ്ട് ആ റോഡ് ഉൾപ്പെടെയാണ്, ഈ 2 റോഡുകൾ മാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. അത് അടുത്ത വർഷത്തെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വാഴാനി റോഡ് മേഖലയിൽ എടുത്തു കഴിഞ്ഞാൽ ഡെലിസയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന പഴയ വടക്കാഞ്ചേരി കൾച്ചർ എന്ന് പറയുന്ന സൊസൈറ്റിയുടെ റോഡായിരുന്നു. അതൊരു പ്രൈവറ്റ് റോഡായിരുന്നു. വാഴാനി ബൈ ലൈൻ എന്നാണ് നഗരസഭ രേഖകളിൽ ആ റോഡിൻ്റെ പേര്. ആ റോഡ് നമ്മൾ ഏറ്റെടുത്ത് ആ റോഡ് നമുക്ക് പൂർണ്ണമായിട്ടും ടാർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് ജനപ്രതിനിധി ആയതിനു ശേഷം തെരഞ്ഞെടുപ്പ് സമയത്തും അവിടുത്തെ ആളുകളോട് പറഞ്ഞ വാക്കായിരുന്നു, ഈ റോഡ് നമ്മൾ ഏറ്റെടുത്ത് അത് ടാർ ചെയ്ത് നിങ്ങൾക്ക് സൗകര്യപ്രദമാക്കും എന്ന് പറഞ്ഞത്. അത് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വടക്കാഞ്ചേരി മേഖലയിൽ പെട്ടെന്ന് തന്നെ വെള്ളം കയറുന്ന ഒരു മേഖലയാണ് ഡിവൈൻ ഹോസ്പിറ്റലും അതുപോലെ അതിൻ്റെ പരിസര പ്രദേശവും. അപ്പോൾ ആ ഭാഗം ഉൾപ്പെടുന്ന ശാന്തിനഗറിൽ മഴക്കാലത്ത് വെള്ളം കയറുന്ന മേഖല, പക്ഷേ വേനൽക്കാലത്ത് കുടിവെള്ളത്തിന് ചെറിയ ടൈറ്റ് അനുഭവിക്കുന്ന ഒരു മേഖലയാണ്. ഒരു 3 മാസത്തോളം കുടിവെള്ളത്തിന് ക്ഷാമമുള്ളൊരു മേഖല. അവിടെ നമുക്ക് പുതിയതായിട്ട് കുടിവെള്ള പദ്ധതി, നമ്മൾ ശാന്തിനഗർ കുടിവെള്ള പദ്ധതി എന്ന പദ്ധതി നമുക്ക് രൂപീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ബോറ് പൂർത്തിയാക്കി അതിനുശേഷം അതിൻ്റെ വെള്ളം ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ബാക്കി പേപ്പറുകൾ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ മോട്ടോർ ഫിക്സ് ചെയ്ത് അത് പൈപ്പ് ഇടാനുള്ള പ്രവൃത്തിയാണ്. അത് ഈ അടുത്ത വേനൽക്കാലത്തിന് മുമ്പായിട്ട് തന്നെ അത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ വടക്കാഞ്ചേരി ടൗണിൽ നിന്ന് കുന്നംകുളം റോഡിലേക്ക് പോകുന്ന ലിങ്ക് റോഡ്, വടക്കാഞ്ചേരി IOC ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പമ്പിൻ്റെ സൈഡിലൂടെ പോകുന്ന റോഡ് ഏത് കാലഘട്ടത്തിലും, പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്ന ഒരു ഏരിയയാണ്. അത് കൂടെ പോകുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഭാഗം കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് വെള്ളക്കെട്ട് ഭീഷണിയില്ല. കൃത്യമായി അവിടെ ആ റോഡ് പൊളിച്ച് നമ്മൾ ആ റോഡ് ടൈല് പാകി വെള്ളക്കെട്ട് ഭീഷണി ഒഴിവാക്കിയിട്ടുണ്ട്.
അതുപോലെ അവിടെ നിന്ന് കുന്നോളം റോഡിലേക്ക് പോകുന്ന MS നായർ റോഡ്, ആ MS നായർ റോഡ് ഗതാഗതയോഗ്യമാക്കി ആ റോഡ് പൂർണ്ണമായിട്ടും ടാർ ചെയ്തു. അതുപോലെ പുഴയുടെ ഭാഗത്ത് കുമായിച്ചിറ റോഡ്, ആ റോഡും ഇതുപോലെ ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടായിരുന്ന റോഡാണ്. ആ റോഡും ഏറ്റെടുത്ത് പുതിയതായിട്ട് നമുക്ക് ടാർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കുമരനെല്ലൂർ റോഡിൽ അതുപോലെ അമൃത നഗറിൽ ആദ്യത്തെ ഒരു റീച്ച് മാത്രമാണ് അവിടെ ടാർ ചെയ്തിരുന്നത്. ഏകദേശം ഒരു 60-70 മീറ്റർ റോഡാണ് ടാർ ചെയ്തിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഏകദേശം അമൃത നഗർ റോഡിൽ ഇനി ഒരു റീച്ച് ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ഭാഗവും ഏകദേശം 150-200 മീറ്ററോളം റോഡ് പുതിയതായിട്ട് നമുക്ക് ഏറ്റെടുക്കാനും അതുപോലെ ടാർ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് ഒന്നാങ്കല്ല് ഉദയ ക്ലബ്ബ് റോഡ്, ഉദയാനഗർ റോഡ്, ആ ഉദയാനഗർ റോഡിൻ്റെ ബൈലൈൻ എന്നും ഈ പറഞ്ഞ പോലെ ചെളിയും ഇതൊക്കെയായി വെള്ളക്കെട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായി സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ അവിടെ ടൈല് തന്നെയാണ് അഭികാമ്യം. കാരണം ഉറുപിടിക്കുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പോൾ ആ റോഡ് നമുക്ക് ടൈല് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഞാൻ ജനപ്രതിനിധിയായി വന്നിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആളുകൾ പരാതി പറഞ്ഞിരുന്നത് വടക്കാഞ്ചേരി മാവേലി സ്റ്റോറിൻ്റെ, അതായത് ന്യൂ കാസിൽ ബാറിൻ്റെ സൈഡിലൂടെ പോകുന്ന ബസ് സ്റ്റാൻഡിൻ്റെ പിന്നിലേക്ക് പോകുന്ന റോഡാണ്. കാരണം സാധാരണക്കാരായ ആളുകൾ മാവേലി സ്റ്റോറിൽ വന്ന് അവർ ക്യൂ നിൽക്കുമ്പോൾ ആ റോഡ് നാശമായി കിടക്കുന്നതുകൊണ്ട് എന്നും ചേറ് തെളിയുന്ന അതുപോലെ വെള്ളം തെളിക്കുന്ന ആളുകളുടെ മേത്തേക്കാവുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നും ഓട്ടോറിക്ഷ ചേട്ടന്മാരുൾപ്പെടെ അവിടുത്തെ കടയിലെ ചേട്ടന്മാരൊക്കെ എന്നും അതുവഴി പോകുമ്പോൾ വൈശാഖെ ഈ വഴിയുടെ പ്രശ്നം ഒന്ന് കൈകാര്യം ചെയ്യണമെന്ന് എന്നും ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ നമ്മൾ ആ റോഡ് ഏറ്റെടുക്കാനുള്ള ശ്രമം നമ്മൾ ആദ്യം നടത്തി. സ്റ്റാർ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആ റോഡ്. അവരുടെ കെട്ടിടങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ സ്റ്റാർ ഗ്രൂപ്പിൻ്റെ പാലങ്ങളൊക്കെ മുകളിൽ കൂടെ 2 കെട്ടിടങ്ങൾ യോജിപ്പിക്കുന്ന പാലമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ മുനിസിപ്പാലിറ്റി അങ്ങനെയാണെങ്കിലും ഏറ്റെടുക്കാൻ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർ ഗ്രൂപ്പിനോട് സംസാരിക്കുകയും, പക്ഷേ അവർ ആ റോഡ് വിട്ടുതരേണ്ട, അവർ തന്നെ ചെയ്തോളാമെന്ന് നമ്മളെ അറിയിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ വീണ്ടും അത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ കൃത്യമായി പറഞ്ഞാൽ ഉത്രാളിക്കാവ് പൂരത്തിന് മുമ്പ് ആ റോഡ് പൂർത്തീകരിക്കാമെന്ന് സ്റ്റാർ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥന്മാർ ബോബിച്ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ അടുത്ത് പറയുകയും ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ സമയത്ത് പണി തുടങ്ങുകയും കഴിഞ്ഞ വേനൽക്കാലത്ത് ആ റോഡ് ഇന്ന് പൂർണ്ണമായിട്ടും അത് ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലത്തും നിൽക്കില്ല. കാരണം അത് പഴയ പാടമായിരുന്ന റോഡാണ്, സ്വാഭാവികമായിട്ട് തിളയ്ക്കുന്ന ഭൂമിയാണ്, അവിടെ നിൽക്കില്ല. അപ്പോൾ അവിടെ കൃത്യമായി ടൈല് ചെയ്താൽ മാത്രമേ ആ റോഡ് നിൽക്കുള്ളൂ എന്ന് അവരെ ധരിപ്പിക്കുകയും അതിനുവേണ്ടി ഏറ്റവും അധികം സാധാരണക്കാരന് ഉപകാരപ്രദമാവുന്ന ആ ഒരു റോഡ് വടക്കാഞ്ചേരി കുന്നംകുളം റോഡിലേക്ക് കടക്കുന്ന ആ ഒരു ഷോർട്ട് കട്ട് സ്റ്റാർ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥയിലുള്ള അവർ 10 ലക്ഷം രൂപയോളം ചിലവാക്കിയാണ് ഇപ്പോൾ ആ റോഡ് ടൈൽ ചെയ്ത്. അതിനും സ്റ്റാർ ഗ്രൂപ്പിൻ്റെ ഉടമകളോടും അതുപോലെ ആ റോഡിൻ്റെ ഉടമസ്ഥന്മാരായിട്ടുള്ള സ്റ്റാർ ഗ്രൂപ്പിൻ്റെ ബോബി ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം കൃത്യമായി നമ്മൾ ഇടപെടൽ നടത്തിയെങ്കിലും നോട്ടീസുകൾ അയച്ചുവെങ്കിലും അതിനുശേഷം അവരോട് സംസാരിച്ച് അവിടെ വരുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ അത് കൃത്യമായി ഇടപെട്ട് ആ റോഡ് ചെയ്തു തന്നു. ഏകദേശം 10 വർഷത്തോളം ആയിട്ടുണ്ടാവും. അത് ആളുകൾക്കൊക്കെ അറിയാം. 10 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും ആ റോഡ് അങ്ങനെ നാശമായിട്ട് കിടക്കുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലിപ്പാടം സഹകരണ ഭവൻ കെ കരുണാകരൻ റൂട്ടിലാണ്. അപ്പോൾ ഈ റോഡിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് കൗൺസിലർ വൈശാഖനോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ മുമ്പ് ഈ റോഡ് വെള്ളക്കെട്ട് നിറഞ്ഞ ഒരു റോഡായിരുന്നു. അപ്പോൾ ആ ഒരു റോഡിനെ ഈ ഒരു അവസ്ഥയിലേക്ക് ആക്കാനൊക്കെ എന്തൊക്കെയാണ് ചെയ്തത്? ഇത് ഉരുപിടിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഈ റോഡാണെങ്കിലും ശരി, ഇവിടുത്തെ വീടുകളിൽ നിന്നും ഇവിടുത്തെ സമീപ പറമ്പുകളിൽ നിന്നൊക്കെ ഉരുപിടിച്ച വെള്ളം സ്വാഭാവികമായിട്ടും ഉയർന്ന സ്ഥലത്തിലെ വെള്ളം താഴെ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അത് പോകുന്നതിന് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആളുകൾ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളിലേക്ക് അത് എത്തുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് നമ്മൾ ജനപ്രതിനിധിയായി വരുന്നത്. അപ്പോൾ അതിനുള്ള പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു കൾവർട്ട് നമ്മൾ ഇവിടെ പണിതിട്ടുള്ളത്. ഈ വടക്കാഞ്ചേരി ടൗണിൽ നിന്നും അതുപോലെ തൊട്ടടുത്ത കുളങ്ങളിൽ നിന്നും കുളം നിറഞ്ഞും കിണർ നിറഞ്ഞിട്ടൊക്കെ വെള്ളം വരുന്നത് അത് പരന്ന് ഒഴുകി ആളുകൾക്ക് വീടുകളിലേക്കൊക്കെ പോകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കി തൊട്ട് സമീപത്തെ പാടത്തിലൂടെ പുഴയിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ചാല് ഇത് സെറ്റ് ചെയ്ത് അതിൽ കൂടെ ഒരു കൾവർട്ട് പണിത് ഇതിലൂടെ വെള്ളം വിടുന്നത്. ഈ 10-ാം വാർഡിൻ്റെ ഈ ഭാഗം ചാലിപ്പാടം ഈ ഏരിയ ഈ റോഡ് ടൈലിട്ട് ഭംഗിയായിട്ട് ചെയ്തു തന്നു. ഈ വെള്ളക്കെട്ടായിരുന്നു ഇവിടെ ആകെ. ഇപ്പോൾ ഒരുവിധം ഭംഗി ഇതായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇവിടെ.
അതേമാതിരി അപ്പുറത്തെ റോഡ് കോൺക്രീറ്റ് ചെയ്തു, നന്നായി ചെയ്തിട്ടുണ്ട്. ഈ വാർഡിലെ ഡിവിഷൻ കൗൺസിലർ വൈശാഖിൻ്റെ നേതൃത്വത്തിൽ നന്നായി ചെയ്തു തന്നുണ്ട്. ഇത് ചാലിപ്പാടം ബൈലൈൻ വെട്ടത്ത് റോഡാണ്. ഏകദേശം 10-12 വർഷത്തോളം ഈ റോഡ് ഗതാഗതയോഗ്യമല്ലാതെ നാശമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ റോഡ് ജനപ്രതിനിധിയായി വന്നപ്പോൾ ആദ്യത്തെ വർഷത്തെ എമൗണ്ട് തന്നെ ഉപയോഗിച്ച് ചെയ്ത റോഡാണ്. ഈ റോഡ് നമ്മൾ ടൈല് പാകി ഭംഗിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റോഡ് ഒരു കുഴപ്പമില്ലാതെ ഏകദേശം 3.5-4 വർഷമായിട്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ 10ാം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് നേരെ ഒട്ടുപാറ കുന്നംകുളം റോഡിലെ കൃഷിഭവൻ്റെ സൈഡിലുള്ള റോഡിലേക്കാണ് വന്നു ചേരുക. അപ്പോൾ അങ്ങനെ ഒരു പ്രപ്പോസലാണ് നമ്മൾ ഉദ്ദേശിച്ചത്, വടക്കാഞ്ചേരി മിനി ബൈപ്പാസ് എന്നുള്ളത്. അത് നമുക്ക് വടക്കാഞ്ചേരി നഗരസഭയുടെ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരു 10 കോടി രൂപയിൽ താഴെ വരുന്ന ഒരു ബൈപ്പാസായിട്ട് നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും. വടക്കാഞ്ചേരി ബൈപ്പാസ് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പ്രപ്പോസൽ എന്ന് പറയുന്നത് 500 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നും അടുത്ത കാലത്തൊന്നും നടക്കാൻ സാധ്യതയുള്ള പ്രോജക്റ്റല്ല. പക്ഷേ മിനി ബൈപ്പാസ് എന്നത് ഒരു MLAക്ക് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ്. അത് പോകുന്നത് ഇവിടുന്ന് തുടങ്ങി നേരെ പാലം കട്ട് ചെയ്ത് വടക്കാഞ്ചേരി പുഴയിലൂടെ പാലം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കുറച്ച് കൃഷി സ്ഥലം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ചെന്ന് കൃഷിഭവൻ്റെ സൈഡിലാണ് ചേരുക. സ്ഥലം ഏറ്റെടുക്കാനും ചിലവില്ല. ആളുകളൊക്കെ സഹകരിക്കാൻ തയ്യാറാണ്. ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പല ആളുകളോടും ഡിസ്കസ് ചെയ്തപ്പോൾ ആളുകൾ സ്ഥലം ഫ്രീ ആയിട്ട് വിട്ടുതരാനും തയ്യാറാണ്. പിന്നെ ഇതിന് പാലം പണിയാൻ നബാർഡിൻ്റെ ധനസഹായം ലഭിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അഡീഷണൽ ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഈ നബാർഡിൻ്റെ സഹായം ഈ പദ്ധതിക്ക് ആവശ്യപ്പെടാൻ സാധിക്കും. കാരണം മുകളിലൂടെ റോഡും താഴെ ഷട്ടർ അടക്കം സ്ഥാപിച്ച് ഇപ്പോൾ പുതിയ ഇറിഗേഷൻ്റെ ഷട്ടറുകളൊക്കെ റിമോട്ട് കൺട്രോൾ സിസ്റ്റത്തിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഷട്ടറിങ് സംവിധാനം
വടക്കാഞ്ചേരിയിൽ അതും നടപ്പിലാക്കാം. അതിൻ്റെ മുകളിലൂടെ പാലും വന്നു കഴിഞ്ഞാൽ വടക്കാഞ്ചേരി ടൗൺ കറങ്ങാതെ തന്നെ ആളുകൾക്ക് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ സുഖമായി ചിറ്റണ്ട, വരവൂര്, ഒന്നാങ്കല്ല്, കുമരനെല്ലൂർ മേഖലയിലേക്ക് പോകുന്ന ആളുകൾക്ക് ടൗൺ കറങ്ങാതെ ടൗണിലെ ട്രാഫിക് കുറച്ചുകൊണ്ട് ഈ മിനി ബൈപ്പാസ് ഉപയോഗപ്പെടുത്തി അവർക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും. അതൊരു സ്വപ്ന പദ്ധതിയാണ്. അത് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്താൻ സാധിച്ചുവെങ്കിലും നമുക്ക് അതിനുള്ള ബഡ്ജറ്റ് നഗരസഭയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നൊരു പ്രോജക്റ്റല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം വേണം, സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണം വേണം. എന്തായാലും അത് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. പുഴയുടെ സംരക്ഷണ ഭിത്തികൾ ഒരു 2 വർഷം മുമ്പ് പ്രളയത്തിൽ തകരുകയും അതുപോലെ ഒരു ഓട്ടോറിക്ഷ പുഴയിലേക്ക് മറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതുപോലെ പല ഭാഗത്തും സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴ്ന്നിരുന്നു. അപ്പോൾ അതിന് നമുക്ക് അഡീഷണൽ ഇറിഗേഷൻ്റെ ഭാഗത്തു നിന്ന് ഏകദേശം 30 ലക്ഷം രൂപയുടെ സഹായം ലഭിച്ചു. നമുക്ക് സൈഡ് പല ഭാഗത്തും നമുക്ക് കെട്ടാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഈ കുമ്മായിച്ചിറയുടെ ഈ ഒരു ഭാഗത്ത് റോഡ് ഇടിഞ്ഞു താഴ്ന്നിരുന്നു. അപ്പോൾ ആ ഭാഗമൊക്കെ നമുക്ക് കെട്ടി നേരാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് വടക്കാഞ്ചേരി രാജീവ് ഗാന്ധി റോഡിൻ്റെ കുമ്മായിച്ചിറ പരിസരത്തെ റോഡാണ്. ഈ റോഡ് പ്രത്യേകിച്ച് മഴക്കാലത്ത് ആളുകൾക്ക് കാൽനടയായിട്ട് മാത്രമേ സഞ്ചരിക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഈ റോഡിൽ കൂടെ വാഹനങ്ങൾക്ക് പോകാനും ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. മൺ റോഡായിരുന്നു. സ്വാഭാവികമായിട്ടും 2 സൈഡിൽ നിന്ന് ചെടി മറിഞ്ഞ് ഒരാൾക്ക് നടന്നു പോകാവുന്നൊരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 7ഓളം വീടുകൾ ഈ ഭാഗത്ത് ഉണ്ട്. അതുപോലെ പുതിയ 1-2 സ്ഥാപനങ്ങൾ അതിനുശേഷം ചാല് ഇപ്പോൾ വലിയ ചാലായി പുനർനിർമ്മിച്ച് ഇപ്പോൾ കൃത്യമായി വെള്ളം പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഓട്ടുപാറ ടൗൺ കുന്നോളം റോഡ് ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതി
പൂർത്തീകരിച്ചത്. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കുടിവെള്ള പദ്ധതി കൊണ്ടുവരാൻ കാരണം? ഇവിടെ വേനൽക്കാലത്ത് വെള്ളത്തിന് ക്ഷാമവും അതുപോലെ മഴക്കാലത്ത് പുഴയുടെ തീരായതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു മേഖലയും കൂടിയാണ് ഈ ഒരു മേഖല. പക്ഷേ വേനൽക്കാലത്ത് വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ട്, പ്രത്യേകിച്ച് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ കുടിവെള്ള പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈൽഡ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. ഗ്രൗണ്ട് വാട്ടർ എന്നുള്ള റിപ്പോർട്ട് കിട്ടി. ഇനിയിപ്പോൾ ഇത് ടെൻഡർ ചെയ്യാനുണ്ട്. അതായത് ഇതിൻ്റെ മോട്ടർ ഉൾപ്പെടെ ഫിറ്റിങ്ങുകൾ അത് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഡർ പ്രൊസീജിയർ ബാലൻസ് ഉണ്ട്. ഇത് 2022 വെച്ചിട്ടുള്ള പദ്ധതിയാണ്. ഇതിൻ്റെ പൈപ്പ് ഉൾപ്പെടെ ഉള്ളവ ചെയ്യുന്നത് അത് സിവിൽ കോൺട്രാക്ടറാണ്. അതിൻ്റെ ടെൻഡർ നഗരസഭയിൽ നിന്ന് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ടെൻഡർ പൂർത്തീകരിച്ചാൽ ഈ വരുന്ന 2025 മാർച്ചിന് മുമ്പായിട്ട്, അതായത് വേനൽക്കാലത്തിന് മുമ്പായിട്ട് ഈ പദ്ധതി കമ്മീഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ ഈ ശാന്തിനഗറിലെ ഈ റോഡ് നമ്മൾ റീടാറിങ് ഈ വർഷത്തെ 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ശാന്തിനഗറിൽ ബാക്കിയുള്ള ഭാഗം പുതിയതായിട്ട് ടാർ ചെയ്യാണ്ട്, പ്രത്യേകിച്ച് ഇവിടെ ഫ്ലാറ്റ് ഉള്ളൊരു ഭാഗമുണ്ട്, പിന്നെ ഒരു ബൈലൈനുണ്ട് ശാന്തിനഗറിൽ. ഈ 2 റോഡും പുതിയതായിട്ട് ടാർ ചെയ്യാനുള്ള പ്രപ്പോസലും നമ്മൾ ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാർ, ഇനി പുതിയതായി നടപ്പിലാക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? നമ്മുടെ ഡിവിഷനിൽ ഇനി പൂർത്തീകരിക്കാനുള്ളത് ഏകദേശം 4ഓളം റോഡുകളാണ്. അത് റീടാറിങ് ഉൾപ്പെടെയുള്ള റോഡാണ്. ഒന്ന് എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള പുഴങ്കര റോഡ് എന്ന് പറയുന്ന റോഡ്. അതുപോലെ തന്നെ പിന്നെ ചെയ്യാനുള്ള അമൃത നഗറിൽ അവസാനത്തെ ഒരു റീച്ച്, അത് നമ്മൾ അടുത്ത വർഷത്തെ പ്രോജക്റ്റിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധി റോഡിൽ ബൈലൈൻ ഏകദേശം ഈ പറഞ്ഞ പോലെ 3 വീടുകളേ ഉള്ളൂ എന്നുള്ള കാരണം കൊണ്ട് അത് 10-15 വർഷമായിട്ട് റീടാറിംഗ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ആ റോഡ് നമ്മൾ ഇപ്രാവശ്യം അടുത്ത വർഷത്തെ പ്രോജക്റ്റിൽ നമ്മളത് റീടാറിങ്ങിന് അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡിവിഷനിൽ ഏറ്റവും അധികം പിന്നെ വേണ്ടത് സ്ട്രീറ്റ് ലൈൻ്റെ സ്ട്രീറ്റ് മെയിനാണ്. കാരണം ഓട്ടോമാറ്റിക് സെൻസറുകൾ വെച്ചിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകളാണ് നമ്മുടെ ഡിവിഷനിൽ പല റോഡുകളിലും ഉള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു 4ഓളം റോഡുകൾ നമ്മൾ ഏറ്റെടുത്തു എന്നുള്ളത്. അത് പ്രൈവറ്റ് റോഡുകളായതുകൊണ്ട് സ്ട്രീറ്റ് മെയിൻ KSEBക്ക് വലിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ റോഡുകൾ ഇപ്പോൾ നമ്മൾ ഇനി സ്ട്രീറ്റ് ലൈൻ വലിക്കാൻ ഈ വർഷം ഇപ്പോൾ എസ്റ്റിമേറ്റിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വർഷം നമ്മൾ സ്ട്രീറ്റ് മെയിൻ വലിച്ച് നമ്മുടെ ഡിവിഷനിൽ പൂർണ്ണമായിട്ടും സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്ന ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് അല്ലാതെ ഈ സെൻസറുകളല്ലാതെ കൃത്യമായി ലൈനിട്ട് കംപ്ലൈൻറ്റുകൾ വരാത്ത രീതിയിൽ കുറ്റമറ്റ രീതിയിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്ന ഡിവിഷനായി നമ്മുടെ ഡിവിഷൻ മാറ്റുകയാണ്. ഡിവിഷനിലെ ഏകദേശം ഒരുവിധം എല്ലാ റോഡുകളും നമുക്ക് നേരെയാക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ 3 വർഷത്തെ പ്രോജക്റ്റിൽ. ഇപ്പോൾ 4ാം വർഷത്തെ പ്രോജക്റ്റ് പ്രപ്പോസലുകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ഏകദേശം 3ഓളം റോഡുകളാണ് അടുത്ത വർഷം ഇനി ചെയ്യാൻ കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ 10ാം ഡിവിഷനിലെ വൈശാഖ് കാഴ്ചവെച്ച വികസന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇത്രയും നേരം ഡിവിഷൻ 10നെ കുറിച്ച് മനസ്സിലാക്കിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്താം.